നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഇൻസ്റ്റാഗ്രാം പേജസ് എല്ലാം പുതിയൊരു ബിസിനസ് മോഡൽ യൂസ് ചെയ്തുകൊണ്ട് മാസം 10,000-ൽ കൂടുതൽ ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് എ ന്യൂ ബിസിനസ് മോഡൽ കോൾഡ് ഇൻസ്റ്റാഗ്രാം ക്യാഷ് പേജസ്. സോ എങ്ങനെ ഇൻസ്റ്റാഗ്രാം ക്യാഷ് പേജസ് വെച്ചുകൊണ്ട് ഒരു ഏർണിങ്സ് ജനറേറ്റ് ചെയ്തെടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ എങ്ങനെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് വെച്ചുകൊണ്ട് പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം ആ ഒരു അക്കൗണ്ടിന് വേണ്ടി നിങ്ങൾ നല്ലൊരു യൂസർ നെയിം ആൻഡ് ബയോ ഫൈൻഡ് ചെയ്യുക. ഞാൻ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു AI വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടോ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുക. അക്കൗണ്ട് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കാം, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് കോൾഡ് കണ്ടൻറ്റ് റിസർച്ച്. സോ ഇത് തീരുമാനിക്കും നിങ്ങളുടെ കണ്ടൻറ്റ് വൈറലാവണോ വേണ്ടേ എന്നുള്ളത്. സോ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലത്തെ റീൽസാണ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് വേണം. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ കോമഡി കണ്ടൻറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മോട്ടിവേഷൻ കണ്ടൻറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫിറ്റ്നസ് റിലേറ്റഡ് കണ്ടൻറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മണി മേക്കിംഗ്, ട്രേഡിംഗ്, അങ്ങനെ ഇഷ്ടംപോലെ കണ്ടൻറ്റ്സ് ഉണ്ട്. ഇതിൽ ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജസ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസിൽ നിന്ന് ക്ലിപ്പ് ഡൗൺലോഡ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ ക്ലിപ്പ് ഡൗൺലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഹോൾ വീഡിയോ ഡൗൺലോഡർ എന്നാണ് വീഡിയോ ഡൗൺലോഡർ യൂസ് ചെയ്യാവുന്നതാണ്. നൗ ലെറ്റ്സ് ഗോ ടു സ്റ്റെപ്പ് 3, വീഡിയോ എഡിറ്റിംഗ്. സോ ഫസ്റ്റ് എല്ലാവരും പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ആഡ് ചെയ്യുക. സോ ഞാനിവിടെ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദിസ് നിങ്ങൾ ടൂൾ സെക്ഷനിൽ പോയിട്ട് ക്രോപ്പ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ സ്റ്റോറി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ എന്ന് കൊടുക്കുക. ആഫ്റ്റർ ദിസ് നേരെ നമ്മൾ ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലോഗോ നമ്മൾ ആഡ് ചെയ്യുക. ശേഷം നമ്മളിത് റൗണ്ട് ഷേപ്പിൽ ക്രോപ്പ് ചെയ്യുക. നിങ്ങളുടെ ലോഗോ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിക്ക് വേണം നിങ്ങൾ ക്രോപ്പ് ചെയ്യാൻ. ആൻഡ് ക്രോപ്പ് ചെയ്തതിന് ശേഷം സ്ട്രോക്ക് നിങ്ങൾ 0 ആക്കി വെക്കുക. ആഫ്റ്റർ ദിസ് നിങ്ങളിത് ചെറുതാക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ടെംപ്ലേറ്റിൽ ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഇത് സെറ്റ് ആയതിൻ്റെ ശേഷം നിങ്ങൾ നേരെ ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ യൂസർ നെയിം ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ യൂസർ നെയിം ആയിട്ടുള്ള ഡസ്ട്രാ ബോയ് എന്നുള്ളത് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക. യു ക്യാൻ സി ഹിയർ ഞാനിവിടെ നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നമ്മുടെ ലോഗോൻ്റെ സെൻറ്ററിൽ കൊണ്ടിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നേരെ സ്റ്റിക്കർ ഓപ്ഷനിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം വെരിഫിക്കേഷൻ ടിക്ക് സെർച്ച് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു വെരിഫിക്കേഷൻ ടിക്ക് എടുത്ത് നമ്മളുടെ യൂസർ നെയിമിൻ്റെ സൈഡിലായിട്ട് ചെറുതാക്കിയിട്ട് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതുപോലെ ഡോൺ ക്ലിക്ക് ലിങ്ക് ഇൻ ബയോ എന്ന് കൊടുത്തുകൊണ്ട് അത് താഴെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഈ ഒരു പിക്ചർ സേവ് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പിക്ചർ ഇവിടെ ആഡ് ചെയ്യാം. സോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, യു ക്യാൻ സി ഹിയർ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ പിന്നെയും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ, ഞാനിവിടെ എൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓവർലേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ലെയറിലേക്ക് ആക്കിയിട്ടുണ്ട്. സോ ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ റീൽസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്ക് ഓപ്ഷനിൽ പോയിക്കൊണ്ട് റെക്ടാങ്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോക്ക് ഒരു റൗണ്ട് കോർണർ കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് റെക്ടാങ്കിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൗണ്ട് കോർണേഴ്സിൽ പോയിട്ട് ഒരു എമൗണ്ട് 10 സെറ്റ് ചെയ്ത് വെക്കുക. സോ നിങ്ങളുടെ വീഡിയോ ഏകദേശം കാണാൻ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ വേറെ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആ വീഡിയോ വെച്ചിട്ട് കണ്ടൻറ്റ് റീക്രിയേഷൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ് കാണിക്കാതെ അല്ലെങ്കിൽ കാണിച്ചോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എഡിറ്റ് ചെയ്ത വീഡിയോ എങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച റീൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക. ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. നമ്മൾ ആദ്യം തന്നെ ഒരു ക്യാപ്ഷൻ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് റിലേറ്റ് ആവുന്ന രീതിക്കുള്ള ക്യാപ്ഷൻസ് കൊടുക്കുക. ലൈക്ക് മെൻഷൻ ഹിം അല്ലെങ്കിൽ ഷെയർ ടു ദാറ്റ് ഫ്രണ്ട്, അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്യാപ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ ഷെയർ ടു ദാറ്റ് ഫ്രണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ താഴെ ഫോളോ ഒന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ യൂസർ നെയിം അടിക്കുക. എന്നിട്ട് ഫോർ മോർ എന്ന് കൂടി കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ യൂസർ നെയിം അടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഫോളോ ഡാസ്ട്രാ ബോയ് ഫോർ മോർ. ശേഷം ഇതുപോലെ കുറച്ച് ഡോട്ട് താഴേക്ക് ഇടുക. എന്നിട്ട് നിങ്ങളുടെ വീഡിയോ വേറൊരു ക്രിയേറ്ററിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്ത കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രെഡിറ്റ് ഗോസ് ടു എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു ക്രിയേറ്ററിൻ്റെ യൂസർ നെയിം അവിടെ മെൻഷൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ
ഇഫ് എനി ഇഷ്യൂസ് DM me എന്ന് കൂടിയും കൊടുക്കും. ഇറ്റ്സ് ജസ്റ്റ് ഫോർ യുവർ സേഫ്റ്റി ഗൈസ്. നമ്മൾ വേറെയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് യൂസ് ചെയ്തിട്ട് റീപോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാനും അത് കാരണം നമ്മുടെ അക്കൗണ്ടിൻ്റെ റീച്ച് പോകാനും ചാൻസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ക്രിയേറ്ററിന് നമ്മൾ ക്രെഡിറ്റ്സ് കൊടുക്കുന്നത്. സോ ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ വീഡിയോക്ക് അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റീൽസിന് സ്യൂട്ടായിട്ടുള്ള 3 ഹാഷ്ടാഗ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള റീലാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, #ഫിറ്റ്നസ്, #ബോഡി ബിൽഡിംഗ്, #മലയാളം എന്നുള്ള 3 അട്രാക്റ്റീവ് ഹാഷ്ടാഗ്സ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഡെയിലി 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ മാക്സിമം 6 മണി 7 മണി 8 മണിക്ക് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. സോ കറക്റ്റ് ഈ ഒരു സമയത്ത് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. സോ നിങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് റീൽസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റീൽ കയറിയിട്ട് വൈറലാവും, അതിന് പിന്നാലെ എല്ലാ റീൽസും റീച്ച് ആവും. സോ കീപ് ട്രൈങ് ഓൺ ദിസ്. ഇഫ് യു ക്വിറ്റ് യു ലൂസ്. നിങ്ങൾ കൺസിസ്റ്റൻ്റായി റീൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പതിയെ റീച്ച് ആവാൻ തുടങ്ങും. ഇങ്ങനെ റീച്ച് ആയതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ബയോ ഒന്ന് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ടു ഏൺ DM me എന്ന് കൊടുത്തതിന് ശേഷം താഴെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ലിങ്ക് രൂപത്തിൽ കൊടുക്കേണ്ടതാണ്. സോ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ലിങ്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി, അത് ലിങ്ക് ആയിക്കോളും. എന്നിട്ട് നിങ്ങളുടെ റീച്ച് ആയിട്ടുള്ള എല്ലാ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലും ടു ഏൺ മണി ക്ലിക്ക് ദ ലിങ്ക് ഇൻ മൈ ബയോ എന്ന് കൂടിയും കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങും. ഹായ് ബ്രോ, എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യുന്നത്, ഹായ് ബ്രോ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ ബ്രോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടംപോലെ എൻക്വയറീസ് വരാൻ തുടങ്ങും. നൗ ലെറ്റ്സ് ഗോ ടു ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ. ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ബിസിനസ് മോഡലിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് മോഡൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡോണ്ട് സ്കിപ്പ് ദിസ് പാർട്ട്. നമ്മളുടെ ഇൻ്റർനെറ്റിൽ ഇഷ്ടംപോലെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഡിജിറ്റൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ കോഴ്സ് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ്, ഓഡിയോ ബുക്സ്, അതുപോലെ തന്നെ ആപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻസ്, ഇതെല്ലാം ഒരു ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണ്. സോ ഇങ്ങനത്തെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല് ചെയ്തിട്ടാണ് നമ്മൾ ഏർണിങ്സ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിൾ. ഡിജിറ്റൽ പ്രൊഡക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് വെച്ചാൽ മതി. ഒരുപാട് ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഇന്ന് നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പെയ്ഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഞാനതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾ നല്ലൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹായ് അയച്ചു വരുന്ന കസ്റ്റമറിന് നിങ്ങൾ ഈ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല് ചെയ്യണം. ലെറ്റ്സ് സീ ഹൗ. നമ്മളുടെ പേജ് റീച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പിൽ ഇഷ്ടംപോലെ എൻക്വയറീസ് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഹായ് ബ്രോ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം ബ്രോ, ഹായ് ബ്രോ ഓൺലൈൻ വഴി എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം ബ്രോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടംപോലെ എൻക്വയറീസ് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഇവർക്ക് വേണം നമ്മളുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കയ്യിൽ 180 പ്രീമിയം കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ട്. അതാണ് എനിക്ക് ഹായ് അയച്ചു വരുന്ന കസ്റ്റമേഴ്സിന് ഞാൻ സെല് ചെയ്യാൻ പോകുന്നത്. സോ അതെങ്ങനെ സെല് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ 180 പ്രീമിയം കോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആമസോൺ FBA, ഡ്രോപ്പ് ഷിപ്പിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ക്രിപ്റ്റോ ട്രേഡിംഗ്, സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഇതൊരാൾ ഒറ്റയ്ക്ക് പഠിച്ചെടുക്കുമ്പോൾ അയാൾക്ക് 10,000 കൂടുതൽ ചിലവാകും. ഈ ഒരു കോഴ്സ് നമ്മൾ 100 മുതൽ 200 രൂപയ്ക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി 10Kൻ്റെ മുകളിൽ ജനറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. 100 രൂപ ഒരു ചെറിയ എമൗണ്ട് എന്നുള്ളത് ആരും വിചാരിക്കണ്ട. കാരണം 100 രൂപയ്ക്ക് 100 പേര് നിങ്ങളുടെ ഈ ഒരു കോഴ്സ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 രൂപ പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. സോ ഇറ്റ്സ് നോട്ട് എ സ്മാൾ എമൗണ്ട് ഗൈസ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് എങ്ങനെ ഒരു കസ്റ്റമറിന് സെല് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കുക എനിക്കൊരു കസ്റ്റമർ ഇപ്പോൾ ഹായ് അയച്ച് വന്നിട്ടുണ്ട് ആൻഡ് എന്നോട് ചോദിക്കുകയാണ് ബ്രോ എങ്ങനെയാണ് ഓൺലൈൻ വഴി ക്യാഷ് ഉണ്ടാക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ഈ ഒരു കസ്റ്റമറിന് ഞാൻ എൻ്റെ 180 കോഴ്സസിൻ്റെ പാക്കേജാണ് സെല് ചെയ്യുന്നത് വിചാരിക്കുക. സോ ഞാൻ പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു വോയിസ് അയക്കും. ഹായ് ബ്രോക്ക് ഓൺലൈൻ വഴി ക്യാഷ് ഏൺ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും ബ്രോക്ക് അറിയില്ല. സാരമില്ല, ഞാൻ ബ്രോനെ ഹെൽപ്പ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഓൺലൈൻ വഴി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഡ്രോപ്പ് ഷിപ്പിംഗ്, ആമസോൺ FBA, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, പേഴ്സണൽ ബ്രാൻഡിങ്, ക്രിപ്റ്റോ ട്രേഡിംഗ്, സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോഴ്സസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതേ കോഴ്സസ് ബ്രോ പുറത്തുനിന്ന് പഠിക്കുമ്പോൾ ബ്രോക്ക് 10,000 കൂടുതൽ ചിലവാകും. ഇതേ കോഴ്സസാണ് ഞാൻ ബ്രോക്ക് വെറും 200 രൂപയ്ക്ക് തരാൻ പോകുന്നത്. 200 രൂപയ്ക്ക് ഒരു കോഴ്സല്ല, എല്ലാ കോഴ്സും ജസ്റ്റ് 200 രൂപയ്ക്ക് ഞാൻ ബ്രോക്ക് തരാം. സോ ബ്രോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രോക്ക് എൻ്റെ ഗൂഗിൾ പേ സ്കാനർ അയച്ചു തരാം. അതിലോട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സസ് എല്ലാം ഞാൻ ബ്രോക്ക് PM-ൽ അയച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ എന്ത് ചെയ്യും, നമുക്ക് പേയ്മെൻറ്റ് അയച്ചു തരും, നമ്മളുടെ ഡിജിറ്റൽ പ്രോഡക്ട്സ് നമ്മൾ അവർക്കും അയച്ചു കൊടുക്കും. ആൻഡ് ദിസ് ഈസ് ഹൗ ഇൻസ്റ്റാഗ്രാം ക്യാഷ് പേജസ് വർക്ക്സ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സെയിൽസ് സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇൻക്രീസ് ദ വാല്യൂ ആൻഡ് ഡിക്രീസ്. അതിനൊരു എക്സാമ്പിൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന് ഏകദേശം 10,000 രൂപ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുക
ഒരു കസ്റ്റമർ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് ഈ ഒരു ഫോണിന് എത്രയാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഈ ഒരു ഫോണിന് 20,000 രൂപയാണെന്ന് പറയും. എന്നിട്ട് ഞാൻ പറയും ഈ ഒരു ഫോണിനിപ്പോൾ 50% ഓഫ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഓഫർ തീരും. ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെറും 10,000 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. സോ എന്ത് ചെയ്യും, കസ്റ്റമർ 20,000 രൂപേൻ്റെ ഫോൺ 10,000 രൂപയ്ക്ക് കിട്ടുമെന്ന് വെച്ചിട്ട് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതേ സ്ട്രാറ്റജി നമുക്ക് നമ്മളുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിങ്ങിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സെല്ല് ചെയ്യുന്ന ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഒരു കോഴ്സ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു കോഴ്സിൻ്റെ വില വെറും 100 രൂപയാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് നമ്മൾ കസ്റ്റമറിനോട് പറയുമ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ വില 200 രൂപയാക്കി പറയാം. ശേഷം നമ്മൾ തന്നെ പറയാം നിങ്ങൾ ഈ ഒരു കോഴ്സ് ഇന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വെറും 100 രൂപയ്ക്ക് കിട്ടുമെന്ന് പറയാം. സോ കസ്റ്റമർ വിചാരിക്കും 200 രൂപയുടെ സാധനമാണ് എനിക്ക് 100 രൂപയ്ക്ക് കിട്ടുമെന്ന് വിചാരിക്കും. അങ്ങനെ നമുക്ക് ആ ഒരു സെയിൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു ബിസിനസ് വെച്ചിട്ട് നമുക്ക് ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ ടൈം വേസ്റ്റിംഗ് ആണ്, ഇതൊന്നും വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ പോകുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ മാസം ഈ ഒരു ബിസിനസ് മോഡൽ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,06,000 രൂപയാണ്. സോ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇൻസ്റ്റാഗ്രാം ക്യാഷ് പേജസ് എന്ന ഈ ഒരു ബിസിനസ് മോഡൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ മില്യണർ ആവാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ ചിലവുകളെല്ലാം നോക്കി നടത്താൻ പറ്റും. ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഫ്രീ കോഴ്സിൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ശേഷം ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.